ഇറ്റ്സ് വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളോട് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടി ഒത്തിരി പേടിയോടെ പറഞ്ഞു ഷീ കല്യാണം കഴിക്കണ്ട. സി, ജീവിതം വളരെ മൂല്യമായ ഒന്നാണ്. അത് നമ്മൾ ഇണകളായി ജീവിക്കാനാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളൊക്കെ നേരിട്ട പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു. അതിനകത്തൊരു സയൻസും ഉണ്ട്. ഒരു പെയർ ആയിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അത് ജനറ്റിക് എൻജിനീയറിങ്. ദൈവം നമ്മളൊന്ന് ചിന്തിച്ചാലേ എന്തൊരു വലിയ എൻജിനീയറാ. ഹി ഈസ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ശരീരം ശ്രദ്ധിച്ചാൽ എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോ സിസ്റ്റം വൈസായിട്ട് എല്ലാം ഹാർട്ട് ഓരോ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈസ് ഗുഡ് എൻജിനീയർ. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിക്കാൻ പേടിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും പരാജയപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത്, വിജയിക്കപ്പെട്ടവരിൽ നിന്ന് ഞാനങ്ങനെ നമ്മൾ പരാജയപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിതിപ്പോൾ അത് പറയും. ചാണക്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബിസിനസ് പരമായി പരാജയപ്പെട്ടാൽ അപ്പോൾ നമ്മൾ പിന്നെ പുതിയൊരു ബിസിനസ്സിലേക്ക് എടുക്കാൻ ആളുകൾ വരത്തില്ല. പറയരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പരാജയം, രോഗം ഒരിക്കലും പറയരുത്. എനിക്ക് പല ബാങ്കുകളിൽ നിന്നും ഒന്നുമില്ല, ഏറ്റവും ചെറിയൊരു ക്യാൻസർ എനിക്ക് വന്നു, ഏറ്റവും ചെറിയത്. അതെനിക്ക് ദൈവം തന്നത് ആ RCC എന്ന ലോകം കുറച്ചറിയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ആ ഒരു അസുഖം വന്നത് ഒരു അനുഗ്രഹമായിരുന്നു എനിക്ക്, കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എത്ര പേരുണ്ട് ക്യാൻസർ വന്ന് മുല്ലപ്പൂവും ചൂടി പട്ടുസാരിയും എടുത്ത് RCC പോകുന്ന ഭ്രാന്താന്ന് പറയും. പക്ഷേ ഐ വാസ് എൻജോയിങ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ കൂടെ വരാൻ ആരുമില്ല. ഞാൻ വിഷമിക്കും, സങ്കടപ്പെടും, എൻ്റെ ക്യാൻസർ സെൽസ് കൂടും. ഈ ക്യാൻസർ വരുമ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം. സ്ട്രെസ് അത് കൂട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ വാസ് തിങ്കിങ് അബൌട്ട് മൈ ചൈൽഡ്. ഞാനിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന എൻ്റെ കുട്ടിക്ക് ആൾ വേണ്ടേ. ഐ വാസ് ഫൈറ്റിങ്. ഞാൻ RCCയിലേക്ക് പോകുമ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഹി ടോൾഡ് മീ ലൈക്ക് ദാറ്റ് മൈ ചൈൽഡ്. അമ്മ മരിച്ചു പോവുകയാണെങ്കിൽ ഒരു പെട്ടിയിലാക്കി എൻ്റെ മുറിക്കകത്തോ. ഐ വാസ് സോ ഇറ്റ് വാസ് ലൈക്ക് അവനങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു വാശി എനിക്ക് തിരിച്ചു. ഞാൻ ക്യാൻസറിനെ ഒരു ശത്രുവായിട്ടാണ്. എനിക്ക് വന്നത് വലുതൊന്നുമല്ല, ഒത്തിരി പേര് ഇത്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഭീകരമായിട്ടുണ്ടായിരുന്ന നട്ടലിൻ്റെ പ്രശ്നമാണ്. അത് വളഞ്ഞതിൻ്റെ വേദനയാണ്. മറ്റത് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് അയഡിൻ എടുത്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ആ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ആ ഫേസ്. കുറച്ചൊക്കെ ടെൻഷൻ വന്നുവെങ്കിലും അന്ന് ആ സമയത്ത് എനിക്ക് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ആൾക്കാരും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം വന്നില്ല. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞതിന് കാരണം ചോദിച്ചപ്പോൾ, നമ്മളിപ്പോൾ ചില വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കുറച്ച് നാൾ ഞാൻ അകന്ന് നിന്നെങ്കിലും ഞാൻ അവരുടെ കൂടെ നിൽക്കുമ്പം ഞാൻ ഭയങ്കര ഒരു കംഫർട്ടബിൾ സോണിലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരെൻ്റെ ഡ്രസ്സൊക്കെ കഴുകിത്തരും, ഞാൻ വലുതായിട്ടും കഴുകിത്തരും. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഫുഡ് ഒക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയ കംഫർട്ട് സോണിൽ കഴിയായിരിക്കും. ഇവിടുന്നാണ് പെട്ടെന്നൊരു ദിവസം ഒരു സ്ഥലത്തേക്ക് കുറച്ച് ആളുകളുള്ള, പിന്നെ കുറച്ചധികം ജോലിയില്ല, രാവിലെ 5 മണിക്ക് എണീക്കണം, വീട്ടിൽ 10 മണിക്ക് പോലും എണീക്കാത്ത ആൾക്കാർ. ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു പെൺകുട്ടി പറിച്ച് നടപ്പറുകയാണ്. പക്ഷേ ആൺകുട്ടിക്ക് ഈ പ്രശ്നമൊന്നുമില്ല, അവരവരുടെ വീട്ടിൽ തന്നെയാണ്. ഇത് തിരിച്ചാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴിതൊരു മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് സ്ത്രീകളെ ദേവികളായി സങ്കല്പിച്ച് അവരെ യാതൊരു തരത്തിൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ഞാൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ സ്ത്രീകളായിട്ട് കാണുന്നത് നയൻതാര, പേളിമാണി,
നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ മകള് ദിയ, ഇവർ തിരഞ്ഞെടുത്ത അവരുടെ ഹാൻസം ഗൈസിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കാറ്റഗറിയിൽ പെട്ട ആ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സ്ത്രീകളെ ദേവീ ഭാവത്തിൽ ആരാധിക്കുന്നവരാണ്. പൂവൊന്നും ഇടണ്ടടേ, ചവിട്ടി കുടിക്കാതിരുന്നാൽ മതി. ഈ ചവിട്ടി ഒടിക്കുന്നതിലൊരു മേജർ പങ്ക് ആൽക്കഹോളിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഡെയിലി ഇൻടേക്ക് ചെയ്യുന്ന ആളെക്കാളിലെ ഒരു മൃഗീയ സ്വഭാവം കടന്നു വരും. ന്യായമല്ലാത്ത കാര്യങ്ങൾ ഇവർ പറയും, ഇവർ ചുമ്മാ അങ്ങ് ദേഷ്യപ്പെടും. അതൊരു പെട്ടുപോയത് സത്യം പറഞ്ഞാൽ. ഇവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ട്രൈ ചെയ്ത് അവർ തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും. ഒരു ഫാമിലി മൊത്തം കൂടുതൽ നിന്നായി. ഇത് ചിലരുടെ വൈഫ് വെള്ളം അടിക്കുന്നതൊരു പുരുഷത്വത്തിൻ്റെ പ്രതീകമായും അമ്മ അതിഷ്ടമില്ലാത്തതോ അങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ അമ്മ പുരുഷത്വത്തിൻ്റെ പ്രതീകവും ഭാര്യ തിരിച്ചു ആവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ കുട്ടി ഒരു പരാജയപ്പെട്ട ഒരാൾക്ക് അതെങ്ങനെ പരാജയപ്പെട്ടു എന്ന് നന്നായിട്ട് സ്റ്റഡി നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആദ്യം പറഞ്ഞത് എന്നോട് ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മായിയമ്മ, നാത്തൂൻ, ചേട്ടൻ്റെ ഭാര്യ, അവരുടെ റിലേറ്റീവ്സ്, നാത്തൂൻ്റെ റിലേറ്റീവ്സ്, ഇങ്ങനെ കുറേ പേര് വരും. ആദ്യത്തെ ഒരു 1 month 2 month ഒക്കെ 2 months ഒക്കെ നമ്മൾ അണ്ടർ CCTV സർവൈലൻസ്, ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ റൈറ്റ്, ആദ്യത്തെ ഒരു 2 മാസം നമ്മൾ രാവിലെ എണീറ്റോ? കുക്കിങ്ങൊക്കെ അറിയാവോ? ഇപ്പോൾ എന്താ ഇട്ടേക്കുന്നത്? ലെഗിൻസ് ആണോ? അതിനകത്ത് ആ ചമ്മന്തി അരച്ചതിൽ ടേസ്റ്റ് കുറവാണ്. അപ്പോൾ അപ്പുറത്തുനിന്നൊരു ചേച്ചി വന്നിട്ട് പറയും, തുണി അലക്കിയത് വൃത്തിയായില്ല, തുണി ഇവിടെ കൂട്ടി. ഇപ്പുറത്തെ ചേച്ചി പറയും, തുണി അലക്കിയത് കൂട്ടിയില്ല, ശരിയായില്ല. ഇനി അമ്മായിയമ്മയുടെ ഫ്രണ്ട്സ് വരും, എൻ്റെ മരുമകൾ ഇങ്ങനെ നിരവധി ക്യാമറ കണ്ണുകളിലാണ് ഈ ഒരു പാവം പെണ്ണിൻ്റെ മുന്നിലോട്ടുണ്ട്. റൈറ്റ് ആണോ? പകുതിയോളം ഇത് സ്കേഡാണ്. അപ്പോൾ ചോദിക്കും, ഇത്രയും നാൾ കല്യാണം കഴിച്ചവരൊക്കെ ജീവിച്ചില്ലേ? പണ്ടത്തെ മനുഷ്യരല്ല ഇപ്പോൾ. പണ്ട് ഒരുപാട് ദൈവികതയുള്ള, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊന്ന് സീരിയൽ കണ്ടാൽ മതി. ഈ സീരിയൽ എഴുതുന്ന ആളുടെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടിട്ടായിരിക്കുമല്ലോ ഓരോ ഇൻസിഡൻസും. എന്ത് പോയിസണസ് ആയിട്ടാണ് അതിനകത്ത് ഒരു വീടിനകം ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഇതിൻ്റെ ഇടയിൽ നന്മയുള്ളൊരു പെൺകുട്ടിയും ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്ത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു രാജ്യത്തെ അപ്പനില്ലാത്ത കുട്ടികളുടെ രാജ്യമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളും പോവുകയാണെന്ന് തോന്നണം. ഇപ്പോൾ എത്ര വീട്ടിലാണ് അത് ചെറിയ കുട്ടികളെ കാണുമ്പോൾ. ഇപ്പം നമ്മളൊക്കെ ഇപ്പം 45 കഴിഞ്ഞ് മുതുകികളായി. ഇനി നമുക്ക് ലൈഫിനെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെയും 60s പോകും, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളെ. എന്നാൽ ഈ ചെറിയ കുട്ടികളെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അപ്പനില്ലാത്ത കുട്ടികൾ, ഇതൊക്കെ വേദന ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് ചെറിയ ഗിമിക്സ് ഉണ്ട്. ഞാൻ പരാജയപ്പെട്ടു പോയ ആളാണ്. അപ്പോൾ പരാജയത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യങ്ങളാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ആ കുട്ടി എന്നോട് പറഞ്ഞത്, അമ്മായിയമ്മ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഈ ഭർത്താവിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ അമ്മായിയമ്മയോട് പറയുമ്പോൾ എന്ത് പറയണം? അദ്ദേഹം അല്ലെങ്കിൽ ചേട്ടൻ വാങ്ങിത്തന്നു എന്ന് പറയാതെ അമ്മയുടെ മകൻ അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് അത്യാവശ്യത്തിന് അയൽക്കാർ വന്ന് എന്തെങ്കിലും കടം ചോദിച്ചാൽ ഈ അമ്മയുടെ അനുവാദത്തോട് മാത്രം കൊടുക്കുകയില്ല എന്നൊരു വിശ്വാസം കൊടുക്കണം. അങ്ങനെ അവരോട് ചോദിച്ചിട്ടേ കൊടുക്കുമാകും. അപ്പം ഈ വീട്ടിൽ പുതുതായിട്ട് വന്ന ആൾ ഇവിടെ നിന്നൊരു സാധനം എടുത്ത് പുറത്ത് കൊടുക്കത്തില്ല എന്നൊരു വിശ്വാസം ആ അമ്മായിയമ്മയിൽ വരും.
മനസ്സിലായോ? പരാജയപ്പെട്ട ആളുടെ നിന്നാണ് നിങ്ങൾ പലതും പഠിക്കേണ്ടത്. കറക്റ്റ്. ഇനി നിങ്ങളുടെ പാചകത്തെ സ്ഥിരമായി വിമർശിച്ചാൽ, നിങ്ങൾക്ക് രുചിയായി പാചകം ചെയ്യുവാൻ അറിയാമെങ്കിൽ തന്നെയും സ്നേഹപൂർവ്വം ഉപദേശം നേടുക. ചില കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ചിലർ പറയും അത് കൊള്ളത്തില്ലെന്ന് പറയും. ഞാൻ അവർക്ക് അവസരം കൊടുക്കും. അവരുടെ പാചകം നന്നായിട്ട് നമ്മൾ പുകഴ്ത്തിയാൽ മതി. നമ്മൾ ഫ്ലാറ്ററിങ് നമ്മൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് തെറ്റാന്ന് വിചാരിച്ചോട്ടെ. എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഇതൊക്കെ. തെറ്റാണെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ എന്നിലുള്ളൊരു ശീലം, തെറ്റ് കണ്ടാൽ ഞാൻ വിമർശിക്കും. അതൊരു തെറ്റാണോ? അങ്ങനെ പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ പ്രശ്നം ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ഇനി സംസാരമധ്യേ അറിഞ്ഞോ അറിയാതെയോ വല്ല കുത്തുവാക്കുകൾ ഉരുവിട്ടാൽ ഭർത്താവ് വരുമ്പോൾ അത് ഊതി വീർപ്പിച്ച് കുടുംബകലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. പലതരത്തിലുള്ള സ്ത്രീകൾക്കിപ്പോൾ ഞാൻ നോക്കിയെടുത്തോളം പേടിയില്ല. ഒരാളുടെ ജീവിതം അത് തീരെ ചെറിയ കാര്യമല്ല. അത് ഒരാൾക്ക് ഒരു പ്രാവശ്യമല്ലേ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കൊടുത്തു, ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതിലവർക്ക് എന്തെല്ലാം സന്തോഷമുണ്ട്. നിങ്ങൾ നശിപ്പിച്ച ഒരാളുടെ സന്തോഷത്തെക്കുറിച്ച്, നിങ്ങളിൽ കൂട്ടുചേർന്ന് നിന്ന് നശിപ്പിച്ച ഒരാളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതം വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കുകയെ. ഇതൊക്കെ നമ്മൾ അങ്ങടേക്ക് ചെല്ലുമ്പോൾ ഇതിനെല്ലാം ശിക്ഷയുണ്ടെന്ന് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഞാൻ ഒറ്റയ്ക്കാക്കിയത് ദൈവമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ജീവിതം നശിപ്പിക്കാൻ ഒരു വാക്കുകൊണ്ട് പോലും ആരും നിൽക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും മറ്റൊരാളുടെ, കാരണം അവരുടെ സന്തോഷങ്ങൾ പോയി ഭൂമിയിലെ. അപ്പോൾ ഹസ്ബൻഡുമായിട്ട് ജീവിച്ചാൽ മാത്രമേ സന്തോഷമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയും സന്തോഷങ്ങളുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എന്നെ കളഞ്ഞിട്ട് പോയവരോടൊന്നും എനിക്ക് അങ്ങനെ, ആദ്യമൊക്കെ നമ്മുടെ കുട്ടി സമയമല്ലേ അപ്പോഴുണ്ട്, പിന്നെ എനിക്ക് തോന്നാറില്ല. കാരണം ഒന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരാൾ അസുഖമായിട്ട്, എൻ്റെ ഹോബിയാണ് ഒരാൾ അസുഖമായി കിടക്കാൻ, ഇപ്പോൾ ഒരു പനി വന്ന് കിടക്കുക, അവരുടെ പനി കുറയ്ക്കുക, കാപ്പി കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയുക, അവർ കൂടെ ഇരിക്കുക. പിന്നെ മരണക്കിടക്കയിലായി പോകുന്ന മനുഷ്യർ, ഏറ്റവും നമ്മൾ പേടിക്കുന്ന സമയമാണ്. നമുക്ക് സപ്പോർട്ട് വേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പേടിയൊക്കെ മാറ്റി അവർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലായി. എന്താ ഒരു എനർജി നമുക്ക് കിട്ടുകയെന്നറിയാവോ? ഇതൊക്കെയാണ് എൻ്റെ ഹോബി. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായി വരുന്ന സമയം എപ്പോഴാണ്? അപ്പോൾ നമ്മുടെ കൂടെ നമ്മളെ അറിയുന്ന ഒരാൾ വേണ്ടേ? നമ്മളിപ്പോൾ മരിക്കാൻ പോകുമ്പോൾ നമ്മളെ അറിയുന്ന ഒരാൾ വേണ്ടേ? വേണോ വേണ്ടയോ? വേണം. അപ്പോൾ ഐ ലവ് ടു ഡൂ ദിസ് തിങ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് നല്ല പട്ടുസാരി, ഓർണമെൻറ്റ്സ്, ഇതിനോടൊക്കെ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഉണ്ട്, എല്ലാവർക്കും കാണത്തില്ലയോ. പക്ഷെ എനിക്ക് ഇറിറ്റേഷൻ വരും, ചൊറിച്ചിൽ വരും. അത് എന്ത് ഇതിട്ടാലും പണ്ടേ ശീലിച്ചു പോയതുകൊണ്ടാണ്. അപ്പോൾ എന്നാലും അതിനേക്കാളും ഒക്കെ എനിക്കിഷ്ടമായതാണ്. അപ്പോൾ ആർക്കാണ് ഇഷ്ടം? ഇനി നിങ്ങൾക്ക് സമ്മാനപ്പൊതിയുമായി ഭർത്താവ് വരുമ്പോൾ അക്കൂട്ടത്തിൽ അമ്മായിയമ്മയ്ക്ക് പ്രത്യേകിച്ചൊരെണ്ണം കൊണ്ടുവരാൻ പറയണം. നിങ്ങൾക്ക് സമ്മാനപ്പൊതിയുമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ആണുങ്ങൾ കേൾക്കാനാണ്. കാരണം ഇതൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ഇനി സഹനശക്തി, ക്ഷമാശീലം, അവസരോചിത ബുദ്ധി എന്നിവയിലൂടെ അമ്മായിയമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റണം. പിന്നെ ഭർത്താവിൻ്റെ കൂടെ വെളിയിൽ പോകുമ്പോൾ വീട്ടുജോലികളെല്ലാം തീർത്തിട്ട് പോകണം. ഇതൊക്കെ പണ്ടൊക്കെ നമ്മളെ കല്യാണം കഴിച്ച് അയച്ചു തരുമ്പോൾ പറഞ്ഞു തരാൻ ആരാ ഉള്ളേ? ഇനി നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടുനടപ്പനുസരിച്ച് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അമ്മായിയമ്മ വല്ലതും പറഞ്ഞാൽ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. മരുമകൾ തൻ്റെ പക്ഷക്കാരിയായെന്ന വിശ്വാസം അമ്മായിയമ്മയെ നിങ്ങൾ കൂടുതൽ അടുപ്പിക്കും.
ഇനി വേറൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കൂടുതൽ മരുമക്കളുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ഞാൻ അമ്മായിയമ്മയുടെ സ്നേഹം പിടിച്ചു വരണം, എനിക്ക് അമ്മായിയമ്മയുടെ സ്നേഹം പിടിച്ചു വരണം, എനിക്ക് അമ്മായിയമ്മയുടെ സ്നേഹം പിടിച്ചു വരണം. ഇതിനകത്ത് സ്ട്രൈറ്റ് ട്രീസ് ആർ കട്ട് ഫസ്റ്റ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ട്രീകൾ കട്ട് ചെയ്യപ്പെടും, ഉരുട്ടുബുദ്ധിയുള്ളവർ രക്ഷപ്പെടും. പക്ഷെ വൺ ഡേ എല്ലാവരും റിയലൈസ് ചെയ്യും. ഞാനതിൽ എക്സാമ്പിളായിട്ട് മഞ്ജു വാര്യർ പോന്നപ്പോൾ കയ്യിലൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. പിന്നെ അമ്മായിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീടുകളിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിലും മറ്റ് പ്രയാസങ്ങളിലും വേണ്ട വൈദ്യ ശുശ്രൂഷ നൽകുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥതയോടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് ആദ്യത്തെ പടി. ഫെയിലായിപ്പോയ ആൾക്കാർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ, നിങ്ങൾ കേട്ടോ. കല്യാണം ഇത് കോംപ്ലിക്കേറ്റഡാണ്. പലരും ഇങ്ങനെ തകർന്നടിഞ്ഞത് കാണുമ്പോഴാണ് നിങ്ങളിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്. പക്ഷേ അത് സ്വർഗതുല്യമായി ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്. അപ്പം അതിൻ്റെ ആദ്യത്തെ പടി ഇതൊക്കെയാണ്. കയ്യിലെടുത്തില്ലേ? കയ്യിലെടുത്ത ഒരു 6 മാസത്തേക്ക് മുമ്പേ ശക്തമായി ഈ ആൽക്കഹോള്, തമ്പാക്ക്, ഇങ്ങനെയുള്ള കഞ്ചാവ്, MDMA ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നവർ ബോധം വരുമ്പോൾ ചിന്തിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു സ്ത്രീ ഒറ്റയ്ക്കാകുമ്പോഴാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ റെൻറ്റഡ് ഹോം. ഒരു വാടക വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് സർക്കാർ ജോലിയും നമ്മൾക്ക് ഹസ്ബൻഡും ഇല്ലെങ്കിൽ ക്യാൻസർ വന്നാൽ പറയുകയും വേണ്ട. ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ വീട് വരത്തില്ല ആൾക്കാർ. പിന്നെ ഫങ്ഷൻസ് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മുടെ കൂടെ ആരും കാണില്ല. മനസ്സിലായോ? നിങ്ങൾ ചാനലിൽ ഈ റീൽസിൽ ഫാമിലീസിന് തന്നെ ശ്രദ്ധിച്ചാൽ അവിടെ 2 കാറ്റഗറി ഉണ്ട്. ഫാമിലി ആൻഡ് ഒറ്റയ്ക്കായിപ്പോയവർ. 2 കാറ്റഗറി ഉണ്ട്. ഒരു ഗ്യാസ് കുറ്റി എടുത്ത് വെക്കണം. ഞാനൊക്കെ 50 റുപ്പീസ് കൊടുത്ത് എടുത്ത് വയ്പ്പിക്കും. ഒരിടത്തേക്ക് പോകണം. പിന്നെ നമ്മൾ എത്ര ക്ലെവറാണ്, എത്ര ക്ഷമാശീലം ഉള്ളതാണെന്ന് പറഞ്ഞാലും ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. ഞാൻ ഈ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഒരാൾ നമ്മളെക്കാളും കുറച്ച് കൂടുതൽ സുന്ദരിയാണെന്ന് വിചാരിക്കുക. ഞാനങ്ങനെ വിചാരിക്കത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനാണ് ഐശ്വര്യ റായ്. വാസ് ലൈക്ക് നമുക്കപ്പോൾ വേറൊരാളുടെ സ്പർദ്ധ വരത്തില്ല. ചിലർ നല്ല ഡ്രസ്സ് ഉടുത്തിട്ട് വരുമ്പോൾ ചിലരുടെ മുഖത്ത് ലൈറ്റ് അങ്ങ് മങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ശത്രുവാണ്. ആ ഒരു തോട്ട് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് നുള്ളിക്കളയണം. വെറുതെ നിങ്ങൾക്ക് ചില വ്യക്തികളോട് ശത്രുത ഉണ്ടായിട്ടുണ്ട്. വെറുതെ ജസ്റ്റ് ബൈ ഈ ഫീലിങ്സ് കൊണ്ട് വരുന്ന ആ ഒരു സ്പാർക്ക്, ഒരാൾ ഒന്ന് രക്ഷപ്പെടുന്നു എന്ന് കാണുമ്പോൾ വരുന്നൊരു സ്പാർക്ക് എല്ലാവർക്കും വരും. പക്ഷെ ആ സ്പാർക്കിനെ തിരിച്ചറിയണം. ആ സ്പാർക്കിനെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഒരാളൊരു നല്ല ഡ്രസ്സ് ഉടുത്തിട്ട് വരുമ്പോൾ നമ്മളുടെ സ്പാർക്ക് വരുന്നെങ്കിൽ പെട്ടെന്നത് മനസ്സിലാക്കിയിട്ട് അവരോട് നമ്മൾ പറയണം, നല്ലതാണെന്ന് പറയണം. നമ്മൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രസ്സ് ഉടുത്ത് വരുന്ന സ്ത്രീകളെ കണ്ടിട്ട് പറയും, ഇതെന്തുവാ, ഇറ്റ്സ് ലൈക്ക് കിളവിയെ പോലെ ഇരിക്കുന്നു, ഇതെന്തുവാ ഇങ്ങനെ വൃത്തികൾ. സത്യത്തിൽ അവരെ കാണാൻ നല്ല രസമായിരിക്കും. ചിലരുടെ കോൺഫിഡൻസ് ലെവൽ അതോടുകൂടി പോവും. എന്തിനാ അങ്ങനെ പറയുന്നേ? നിങ്ങൾ തിരിച്ച് നിങ്ങളെ കണ്ണാടിയിലോട്ട് നോക്ക്, എന്താ തോന്നുന്നതെന്ന്. അപ്പം ഈ ഒരു ഭയങ്കര അപകടം ചെയ്യുന്ന ഈ ഒരു തോട്ട്, അതായത് ഈ ചിലർ നല്ല ഫോട്ടോസ്
എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത്. ഈ ഫോട്ടോസ് എടുത്ത് ഞാൻ ഇടുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യും. ഒരാളെന്നെ കണ്ട് ചിരിച്ചാൽ ഞാൻ അവരുടെ ഫോട്ടോ എടുക്കും, അതിനെ എല്ലാവരെയും കാണിക്കും. അതിലൊരാൾ പോലും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. നല്ലവരൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കല്യാണം കഴിക്കാതിരിക്കണ്ട, കഴിക്കണം. നമ്മൾ ദൈവത്തിന് എല്ലായിടത്തും എത്താൻ പറ്റാത്തതുകൊണ്ട് അമ്മമാരെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവത്തിന് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ അയാളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നെങ്കിൽ ഏറ്റവും ഭംഗിയായി നോക്കേണ്ടത് അതിൻ്റെ അമ്മയല്ലേ. ഈ നല്ല മെൻ്റലി ഹെൽത്തിയായ കംഫർട്ടബിളായ ഒരു അമ്മയ്ക്ക് നല്ലൊരു ജനറേഷൻ, നാളത്തെ തലമുറയെ കൊണ്ടുവരേണ്ടത് അമ്മമാരാണ്. സോ നമ്മൾ സൊസൈറ്റിക്കും കൂടെ നിങ്ങളുടെ കൂടെ 100 പേരുണ്ടെങ്കിൽ അതിൽ 2 ഡിവോഴ്സേഴ്സ് കാണുകയുള്ളൂ, ഒരാൾ ഒറ്റപ്പെട്ടത് കാണത്തുള്ളൂ. ആ 2 പേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ 98 പേരും കൂടെ ചേർന്നാൽ പറ്റത്തില്ലേ? അവരൊന്ന് തളർന്നു പോകുമ്പോൾ അവർക്ക് വയ്യാഞ്ഞിട്ടാണ്, അവർ മെൻ്റലി ഹെൽത്തി അല്ല, അവർക്കൊരു സഹായം ചെയ്യുമ്പോൾ അതായത് ഞാൻ നേരിട്ടൊരു പ്രശ്നമാണ്. ഞാൻ ഈ ഒരു കുഞ്ഞ് സമയത്ത് ഈ കുഞ്ഞിൻ്റെ തൊട്ടിലിങ്ങനെ പട്ടി നിൽക്കുന്ന കണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടതുകൊണ്ടാണ് വീട്ടിൻ്റെ മുറ്റത്ത് തൊട്ടിലേക്കൊരു പട്ടി കണ്ടതിന് ശേഷം എനിക്ക് ഇവനെ ഒരിടത്ത് വിട്ടിട്ട് പോകാൻ ഭയങ്കര, അപ്പം ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു ഈ കുട്ടിയെ ഇങ്ങനെ. അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് റൗണ്ട്സിനൊക്കെ പോകുമ്പം ഇവൻ പോവുമായിരുന്നു. ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എന്നെ ഉപദ്രവിച്ചതൊക്കെ എൻ്റെ ജനുസിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഞാൻ വർക്ക് ചെയ്തൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉടമ ഞാൻ ഈ കുട്ടിയെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന പലവട്ടം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല എന്തിനാ മിനി ഡ്യൂട്ടിക്ക് കൊണ്ടുവന്നത്. അതിന് പകരം മധുരം കൊടുക്കുമായിരുന്നു. 100 ആയുസ്സായിട്ട് ജീവിച്ചിരിക്കട്ടെ. ഒരു മെയിൽ പേഴ്സൺ റെക്കഗ്നൈസ് ചെയ്തു എന്ന്. ഒരമ്മ ഒരുപാട് ഞാൻ എൻ്റെ അമ്മയെ എപ്പോഴും കുറ്റം പറയാറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എനിക്കൊരു 3 മാസം ആയപ്പോഴെങ്ങാണ്ട് എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ ആക്കിയിട്ട് വന്നു. അപ്പോൾ ഞാൻ വളർന്നത് മൊത്തം നിൻ്റെ അമ്മ നിന്നെ കളഞ്ഞിട്ട് പോയി ഈ വാക്കുകൾ കേട്ടിട്ടായിരുന്നു. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതായിപ്പോയതും ഞാൻ പരാജയപ്പെട്ടു പോകാനും കാരണം ആ വാക്കുകളായിരുന്നു. അമ്മ എന്ന കൺസെപ്റ്റ് നമുക്കൊരുപാട് കോൺഫിഡൻസ് തരും. പിന്നെ ഞാൻ കോൺഫിഡൻ്റായി എപ്പോഴാണെന്നറിയാമോ? എൻ്റെ മകൻ വന്നു. എനിക്ക് അവന് ഫുഡ് കൊടുക്കാനോ അവനെ നല്ല രീതിയിൽ വളർത്താനോ, അസുഖം വന്ന് നമ്മൾ മരിച്ചുപോയ കുട്ടി പിന്നെ ആര് നോക്കും എന്ന അവസ്ഥ വന്നപ്പോൾ അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് വിടേണ്ടി വന്നു. ഭയങ്കര പിയേഴ്സിങ്. എനിക്കൊരൊറ്റ ആഗ്രഹമേ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ. എൻ്റെ ഏറ്റവും വലിയ ഹോബീസാണ് ഇവനെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം അവൻ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും, അവരത് പഠിച്ചു പറയുമ്പോൾ. അപ്പോൾ അവിടെ അതെനിക്ക് വേറൊരാളെ ഏൽപ്പിക്കേണ്ടി വന്നു. ഈ പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി വരും നമുക്ക്. കുട്ടിയെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ അന്ന് എന്നെ ഇട്ടേച്ച് പോയത്. അമ്മ എന്താ വിചാരിച്ചേ? കുറച്ചുകൂടി നല്ല സാഹചര്യമായിരുന്നു എനിക്ക് അവിടെ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തേ? അപ്പോൾ അന്ന് ആ പറഞ്ഞ ഇട്ടേച്ച് പോയതൊരു കളവായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സോ അമ്മമാരെ സഹായിക്കുക പ്ലീസ്. ഓക്കെ, ബൈ.